ശശി തരൂർ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ താഴെ നിൽക്കുന്ന ആളല്ല. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന് വെച്ചാൽ വലിയ പദവിയാണ്. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് കമന്റ് പറയാനുള്ള ആളുകളല്ല ഞങ്ങളാരും. അത് കേന്ദ്ര നേതൃത്വം അതിനകത്ത് അഭിപ്രായം പറയും. ആ അഭിപ്രായം എന്തായാലും അത് തന്നെ ആയിരിക്കും ഞങ്ങളുടെ അഭിപ്രായം. അല്ല, ഞാൻ അതിനെക്കുറിച്ച് കമന്റ് പറയാൻ യോഗ്യനായിട്ടുള്ള ആളല്ല. അല്ലല്ല, അങ്ങനെ പറയാൻ പാടില്ല. കോൺഗ്രസ് പാർട്ടിയല്ലേ, അത് അവർക്കല്ലേ അറിയുള്ളൂ. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനല്ലേ അറിയുള്ളൂ. ഞങ്ങൾക്ക് അറിയില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലായി. നിങ്ങൾക്ക് എല്ലാവരും അല്ല, കേരള രാഷ്ട്രീയത്തിലെ നിലപാടൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. എങ്ങനെ പ്രതിഫലിച്ചാലും അതൊക്കെ ഞങ്ങൾ നേരിട്ടോളാം. ഞാൻ പറഞ്ഞ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായില്ല. അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഒരു വിവാദമാണ്. കോൺഗ്രസ് പാർട്ടിയും കൂടി അതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പോൾ കോൺഗ്രസ് പാർട്ടി ദേശീയ പാർട്ടിയല്ലേ ഞങ്ങളുടെ പാർട്ടി. അവരൊരു ഔദ്യോഗികമായ ഒരു അഭിപ്രായം പറയട്ടെ. അവരല്ലേ അഭിപ്രായം പറയട്ടെ. ഞങ്ങൾ കയറി അഭിപ്രായം പറയാമോ? എന്തൊരു അനൗചിത്യായിരിക്കും ഞാൻ കയറി അഭിപ്രായം പറഞ്ഞ. ഞാൻ ഒട്ടും അല്ല, അത് അദ്ദേഹം പറയട്ടെ, അത് പാർട്ടി പറയട്ടെ. അതിനുള്ള മറുപടി ഞങ്ങളല്ല പറയേണ്ടത്. പാർട്ടി പറഞ്ഞാൽ ഞങ്ങൾ പറയും. പാർട്ടി ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ദേശീയ പാർട്ടിയല്ലേ, മനസ്സിലായില്ലേ? അല്ലാതെ ചില പാർട്ടിയെ പോലെ ഇവിടെ ഇരുന്നിട്ട് ദേശീയ പാർട്ടിയെ നിയന്ത്രിക്കുന്ന സംവിധാനം അല്ലല്ലോ ഞങ്ങളല്ല കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ നിയന്ത്രിക്കുന്നത്. ദേശീയ നേതൃത്വമാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത്. അവർ പറയും. അദ്ദേഹത്തിന് ഒരു അതിർത്തിയില്ല. നിങ്ങൾ വെറുതെ എല്ലാ ദിവസവും ചെന്ന് ചോദിക്കുന്നതാണ്. നിങ്ങൾ എല്ലാ ദിവസവും ചെന്ന് എന്തെങ്കിലും ഒരു ലീഡിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഏതെങ്കിലും ഒരു ഉത്തരം പറയണ്ടേ? അദ്ദേഹം വളരെ പാവവും സത്യസന്ധനായിട്ടുള്ള ഒരാളാണ്. നിങ്ങളുടെ ഈ ചോദ്യത്തിൽ ചെന്ന് ഞങ്ങളിപ്പോൾ എല്ലാ ദിവസവും സംസാരിക്കുന്നവരാണ്. നിങ്ങൾ ഈ ചോദ്യത്തിന്റെ കുരുക്കുണ്ടല്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, KPCC പ്രസിഡന്റിനെ മാറ്റുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ മാറ്റുന്ന പതിവുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ഒന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അങ്ങനെ ആക്കുകയും വേണ്ട. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. നിങ്ങൾ അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. കൃത്യമായിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത് കാര്യത്തിലാണ് അവനെ മാറ്റേണ്ടതെന്നാണ് അദ്ദേഹം ചോദിച്ചത്. നിങ്ങളൊരു കാര്യം ചെയ്യട്ടെ. നിങ്ങൾ ഈ കോൺഗ്രസിന്റെ പുറകെ നടക്കണ്ട. നിങ്ങൾ ഈ കോൺഗ്രസിന്റെ പുറകെ നടക്കണതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ ഒരു ദിവസം പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. കോൺഗ്രസിന്റെ പുറകെ ഞാൻ ചോദിച്ചൊരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ലല്ലോ. എത്ര കൊല്ലം ഈ രാജീവ് ചന്ദ്രശേഖർ ഈ BJP ചേർന്നിട്ട്? എത്ര കൊല്ലേ? നിങ്ങൾക്കറിയാം എത്ര കൊല്ലമായിരുന്നു? അദ്ദേഹം ആദ്യം MP ആയത് എങ്ങനെയാണ്? രണ്ടാമത് MP ആയത് എങ്ങനെയാണ്? നിങ്ങളാരും അന്വേഷിച്ചില്ലല്ലോ. നിങ്ങളാരെങ്കിലും അന്വേഷിച്ചോ? നിങ്ങളൊരു അന്തിച്ചർച്ചയും വെച്ചില്ലല്ലോ. രാത്രി ചർച്ച ഒന്നും വെച്ചില്ലല്ലോ. ഞാൻ അന്തിച്ചർച്ച കളിയാക്കി പറഞ്ഞല്ലോ. ഞാൻ പോയിരുന്ന ആളാണ്. രാത്രി ചർച്ചയ്ക്ക് നിങ്ങളത് വെച്ചില്ലല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ വെക്കായിരുന്നു? ചർച്ചയ്ക്ക് വെക്കായിരുന്നു. ഇവിടെ 30-40 കൊല്ലമായിട്ട് വെള്ളം കോരിയും വിറക് വെട്ടിയും നടക്കുന്ന BJP നേതാക്കന്മാരുണ്ടല്ലോ. അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇന്നാൾ BJP ചേർന്ന ഒരാളെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയില്ലേ? അവിടെ ഒരു മലയാളിയാണെന്നോ അദ്ദേഹം തന്നെ പറയുന്നത്. അദ്ദേഹം ഇവിടുത്തെ ഒരു ബൂത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ടോ? BJPയുടെ ആയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ വന്നിട്ടുണ്ടോ? 5 കൊല്ലം കേന്ദ്രമന്ത്രിയായിരുന്നല്ലോ, മലയാളിയായിരുന്നല്ലോ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ കേരളത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? എന്തെങ്കിലും സഹായം കേരളത്തിൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ അതൊന്നും ചർച്ച ചെയ്യില്ല. എന്നിട്ട് 1977 സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന 78 സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന സണ്ണി ജോസഫ് കേസുവിന് സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. DCC പ്രസിഡന്റായ 3ാമത്തെ ടൈം MLA ആയ ഞങ്ങളുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി അംഗമായ ഞങ്ങളുടെ ഏറ്റവും സീനിയർ നേതാവ്. നിങ്ങൾ പറഞ്ഞില്ലല്ലോ കോൺഗ്രസ് ആദ്യമായിട്ട് മലയോരത്തു നിന്ന് വന്ന ഒരാളെ KPCCയുടെ പ്രസിഡന്റാക്കിയെന്ന് പറഞ്ഞില്ലല്ലോ. അതിന്റെ 50 കൊല്ലത്തിലെ അധികം 50-55 കൊല്ലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാൾ KPCC പ്രസിഡന്റായപ്പോൾ അതിനെ ചെറുതാക്കാനുള്ള ചോദ്യങ്ങളായിട്ടാണ് നിങ്ങൾ നടക്കുന്നത്. നിങ്ങൾ ആ ചോദ്യം BJPയോട് ചോദിക്കുക, ഞങ്ങളോട് ചോദിക്കല്ലേ? അല്ലല്ല, നിങ്ങൾ ചോദിക്കാറില്ല. നിങ്ങൾ ഇന്നലെ കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ നിങ്ങളുടെ വിഷമം ഞാൻ പറയാം. നിങ്ങളുടെ വിഷമം ഞാനിത് വിമർശിക്കുമെന്നല്ല, നിങ്ങളെ പരിഭവം പറയാണ്. നിങ്ങളൊരു ദിവസം തീരുമാനിക്കും കോൺഗ്രസ് പ്രസിഡന്റിന്. ഞാനന്ന് കൈകൂപ്പി പറഞ്ഞാണ്, ദയവ് ചെയ്ത് അതിനെങ്കിലുള്ള അനുവാദം ഞങ്ങൾക്ക് തരാം. നിങ്ങളുടെ എല്ലാ ചാനലും അല്ല, ചില ചാനലിൽ രാവിലെ ഒരു പ്രസിഡന്റിനെ പ്രഖ്യാപിക്കും. എന്നിട്ട് ഉച്ചയാകുമ്പോൾ പറയും അയാളുടെ തൂക്കം കുറഞ്ഞെന്ന് പറയും, വേറൊരാളുടെ തൂക്കം കൂടിയെന്ന് പറയും. നിങ്ങൾ പരിഹാസ്യരാവും, നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോവും. കോൺഗ്രസ് അവിടെ തന്നെ നിൽക്കും. നിങ്ങൾ എന്തെല്ലാമാണ് പറഞ്ഞാൽ ബോംബ് വീഴുന്ന പോലെ ആവും. ഇവിടെ പൊട്ടിത്തെറിക്കും, കാർപ്പറ്റ് ബോംബിംഗ് ആയിരിക്കും. ഒന്നും ഉണ്ടായില്ല. വന്നപ്പോൾ നിങ്ങൾ തന്നെ ഞെട്ടിയല്ലോ. അങ്ങനെയാണല്ലോ. ഒരാളും പറയില്ല. അത് നിങ്ങൾ ഓരോരുത്തർക്ക് പറയുകയാണ്. നിങ്ങൾ BJPയിലെ ഒരൊറ്റ നേതാവിന്റെ അല്ലല്ല, രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡന്റ് ആക്കിയപ്പോൾ BJPയുടെ ഒരു നേതാവിന്റെ അതൃപ്തി നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലല്ലോ. നിങ്ങൾ ഒരാളുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് നിങ്ങൾ ചോദിച്ചില്ലല്ലോ നിങ്ങളുടെ അതൃപ്തി എന്താ? എത്ര പേർക്ക് അതൃപ്തിയുണ്ട് എനിക്കറിയാലോ. വെറുതെ എന്തിനാ കോൺഗ്രസിന്റെ പുറകെ നടക്കണേ? എന്തിനാ?
ഇപ്പോൾ ഈ സർക്കാരിനോട് ഒരു സ്നേഹം തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ കുറേ ആളുകൾക്ക്. അതെന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഒരു ദിവസം പറയാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കുക. അപ്പോൾ അത് കേട്ടു.